ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ABC മോട്ടോഴ്സ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ മോഡലായ ഗൊറില്ല 450യുടെ ലോഞ്ചിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ധന്യമായ ദിവസം എന്താണെന്ന് വെച്ചാല് നമ്മളെ പെർഫോമൻസ് റോഡ്സ് കാറ്റഗറിയിൽ പെടുന്ന ഗൊറില്ല 450യുടെ ലോഞ്ചിങ് ആണ്. അതിനുവേണ്ടി നമ്മളെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ മുഹമ്മദ് ഫഹദ് സാറ് അതുമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളിലും എല്ലാ അർത്ഥത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന MD പ്രസാദ് സാർ, പിന്നെ ഫിനാൻസ് മാനേജർ സുനിൽ, സ്പെയർ മാനേജർ റൌഫ്, അങ്ങനെ എല്ലാവരെയും ആദ്യമായി ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ ആൾക്കാരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അൺവീലിംഗ് കർമ്മം നടത്തുന്നതിന് വേണ്ടി ഫാസാർ ആൻഡ് ഫാമിലിയെ ആദ്യമായി സ്വാഗതം. അതിനോടൊപ്പം നമ്മൾ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി ഒരുപാട് ഉയരങ്ങളിലുള്ള ഒരാളാണ്. ഈയിടെയൊക്കെ ഒരു അവാർഡും കാര്യങ്ങളും ലഭിച്ച ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഹിമാലയൻ 450 എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എഞ്ചിനുള്ള വണ്ടി ഇപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നു. 3 മാസമായിരുന്നു. നേരത്തെ ബൈക്കുകളോട് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ബൈക്കിങ് നിർത്തി. ഇപ്പൊ പ്രായമായതെന്ന് തോന്നുന്നത് തിരിച്ച് ബൈക്കിങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹിമാലയൻ എടുത്തത്. എന്റെ വെയിറ്റ് താങ്ങുന്ന ഒരു വണ്ടി വേണം. ഞാൻ പല വണ്ടിയിൽ എക്സൈസ് ചെയ്തു. പിന്നെ അതുകൊണ്ട് ബൈക്ക് ബഡ്ജറ്റിൽ പോയി. അത് കാരണം ബഡ്ജറ്റിലൊരു വണ്ടി ഞാൻ അത് വാങ്ങിച്ചു. ഹാപ്പിയാണ്. ഹിമാലയൻ സുഖമാണ്. പിന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ ഓഫ് റോഡിങ് ചെയ്യുന്നുണ്ട്. 4x4 വണ്ടികളാണ് ഓഫ് റോഡ് ചെയ്യുന്നത്. ജീപ്പ് 4x4 വണ്ടികൾ, ബൈക്കൊന്നുമില്ല. ബൈക്കൊക്കെ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ചെയ്തത്. ബൈക്കൊന്നുമില്ല. ഒരു പാഷൻ പോലെ കൊണ്ടുവരുന്നതാണ്. കോമ്പറ്റേറ്റീവ് ഓഫ് റോഡിങ് ഓടിച്ചു തുടങ്ങി 2016 മുതൽ 18 വരെ എല്ലാ യൂണിയനിലും പോയി തോറ്റു നോക്കിയിട്ട് തിരിച്ചു വരും. 18 ഞാൻ എന്താണ് എന്റെ മിസ്റ്റേക്ക് എന്ന് പഠിച്ചൊരു പുതിയ വണ്ടി വാങ്ങി. അത് വെച്ച് 19 മുതൽ കോമ്പിക്കാൻ തുടങ്ങി. ഇന്ന് വരെ തോറ്റിട്ടില്ല. തോറ്റിട്ടില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും പോഡിയം ഉണ്ടാവും. സെക്കൻഡ് പിന്നെ കുറയാൻ പ്രശ്നം. എന്റെ ഒരു ഡ്രീം ഇവന്റ് ആയിരുന്നു റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ. പിന്നെ എന്റെ മെന്റൽ പ്രശ്നങ്ങളൊക്കെ ഞാൻ കളഞ്ഞു. അത് 2 ദിവസം ഞാൻ ഓവറോൾ തെളിവ് വന്നു. 1 വർഷം വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. 7 ദിവസം. ലോകത്തെ തന്നെ ടഫസ്റ്റ് മോട്ടോർ സ്പോർട്ട് ഇവന്റുകളിൽ 3ാം സ്ഥാനത്ത് എത്തുന്ന ഇവന്റാണ് റെയിൻ ഫോറസ്റ്റ്. അതില് ഈ വർഷം ഞങ്ങൾ അടിച്ചു. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് മലയാളികൾ മത്സരിക്കുന്നുണ്ട്. ഞങ്ങളാണ് ആദ്യമായിട്ട് പോകുന്നത്. അത് ഞങ്ങളുടെ വിജയം വയനാട് പ്രളയത്തിന്റെ പിന്നാലെ ഒളിച്ചുപോയി. ഇല്ലെങ്കിൽ പേപ്പറിലൊക്കെ വരുന്നത് ചെറിയ ന്യൂസായിട്ട് വന്നു. അതിന്റെ ഒളിമ്പിക്സും കൂടി വന്നുകൊണ്ട് അങ്ങനെ
ഇനി അടുത്ത് ഫൈനലുണ്ട് മലേഷ്യയിൽ നടക്കുന്നത്. 16 രാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ട് അത് ഫൈനൽ മലേഷ്യയിൽ നടത്തും. മലേഷ്യയിൽ ഇവന്റ് ഓടിക്കാൻ സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി ഓടിക്കും. സോ അത്രയേ ഉള്ളൂ ഞങ്ങളെ കുറിച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഹായ്, റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ ഒരു റോഡ്സ് സെഗ്മെന്റിലുള്ള നേക്കഡ് ബൈക്കാണ് നമ്മുടെ ഗറില്ല 452 എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റവും പുതിയ ബൈക്ക്. അതിൽ തന്നെ നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു LED ഹെഡ്ലൈറ്റ് കൊടുക്കുന്നുണ്ട്. LED മാത്രമല്ല, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് LED തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് അലോയ് വീൽസ് തന്നെയാണ്, നമ്മുടെ എല്ലാ മോഡൽസും അലോയ് വീൽസ് തന്നെയാണ് മോഡൽ വരുന്നത്. പുറമെ നമുക്ക് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള വെഹിക്കിൾസിനെക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ റോഡിൽ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ടയറിന്റെ സൈസ് കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പൊ ഫ്രണ്ടിലാണെങ്കിൽ 120 ഇഞ്ചിന്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിലാണെങ്കിൽ 160 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നമുക്ക് എഞ്ചിൻ വരുന്നത് പറഞ്ഞാൽ 452cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ എഞ്ചിൻസിൽ പെടുന്നതാണ് 452. നമ്മുടെ ഹിമാലയയിലും എല്ലാം ഉള്ള എഞ്ചിൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 169 ആണ്. അപ്പൊ ബാക്കി എല്ലാ സെഗ്മെന്റിലും വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ മോഡൽസിനും അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും നോക്കുമ്പോൾ ഒന്നുകിൽ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് നല്ല കുറവായിരിക്കും, അല്ലെങ്കിൽ നല്ല കൂടുതലായിരിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോഡൽ തന്നെ നമുക്ക് 790 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരും സുഖമായിട്ട് കാലത്തുന്ന രീതിയിലുള്ള ഒരു സീറ്റ് ഹൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, നമുക്ക് 2 ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഈ മോഡൽ വരുന്നത്. നമുക്ക് അനലോഗും വരുന്നുണ്ട്, അതേപോലെ തന്നെ ട്രിപ്പർ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫുൾ മാപ്പ് നാവിഗേഷൻ വരുന്ന ഒരു മീറ്റർ കൂടി ഈ മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഫോണെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാപ്പ് ഫുള്ള് നമ്മുടെ ഫോൺ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ മാപ്പ് നമുക്ക് ഇതിൽ കാണാനുള്ള സൗകര്യം ഇതിൽ വരുന്നുണ്ട്. കൂടാതെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മീറ്റർ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 ലിറ്ററാണ്. അത്യാവശ്യം നമുക്ക് ഫില്ല് ചെയ്താൽ തന്നെ അത്യാവശ്യം കിലോമീറ്റർ ഓടാനുള്ള കപ്പാസിറ്റി നമുക്ക് ടാങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പുതിയ നല്ല കളേഴ്സ് ഈ മോഡൽ വരുന്നു. അതിലിപ്പോ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഗോൾഡ് ബിഗ് എന്ന് പറഞ്ഞ കളറാണ്. ഗോൾഡ് ബിഗും അതേപോലെ തന്നെ ഇത് കാണുന്നത് ഡ്രാഗോ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇതിന് പുറമെ നമുക്ക് ബ്ലാക്ക് കളർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോക്ക് എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു യെല്ലോ കളറിൽ യെല്ലോ റിബൺ എന്ന് പറഞ്ഞ കളർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽസിൽ ഇനി കളേഴ്സ് നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ ആ 2 കളറേ കണ്ടിട്ടുള്ളൂ. ഇനി ഒരുപാട് കളേഴ്സ് നമ്മുടെ ഷോറൂമിൽ എന്തായാലും അടുത്തടുത്ത ദിവസങ്ങളിൽ എന്തായാലും വരുന്നതാണ്. താങ്ക് യു വണ്ടി. ഈ 2 കളറിലെ വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ഉള്ളത്. 2 ഡുവൽ ടൂൺ കളറുകളാണ്. ഈ ഒരു മോഡലിൻ്റെ എല്ലാ വാഹനങ്ങളും ഡുവൽ ടൂൺ കളർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറും റെഡ് ആൻഡ് ഗോൾഡ് ആയിട്ടുള്ള ഒരു കളറുമാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 11 ലിറ്ററാണ്. അതുപോലെ തന്നെ ബാക്കിലെ ടയർ വരുന്നത് 160 ഇഞ്ചും ഫ്രണ്ട് ടയർ വരുന്നത് 120 ഇഞ്ചുമാണ്. റേഡിയേറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡ് എൻജിൻ കൂളിംഗ് ആണ് റേഡിയേറ്ററായിട്ട് വന്നിട്ടുള്ളത്. ഹിമാലയത്തിൻ്റെ സെയിം എഞ്ചിനാണ് വരുന്നത്, 450 എഞ്ചിനാണ്. ഹിമാലയം ഇതും ഏകദേശം സെയിം ആണ്, കുറച്ച് ഡിഫറൻറ്റേ ഉള്ളൂ. ഹിമാലയം ഒരു അഡ്വഞ്ചർ ബൈക്ക്, ഇതൊരു റോഡ്സ്റ്റർ മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിലും ഹിമാലയത്തിൽ കൊടുത്ത പോലെ തന്നെ LED മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
7.8 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗിയർ 6 സ്പീഡ് ഗിയറാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് 2 ഡ്രൈവ് മോഡാണുള്ളത്, എക്കോ മോഡും പവർ മോഡും. ഈ വാഹനത്തിൻ്റെ സ്പീഡോമീറ്റർ വരുന്നത് അനലോഗും ഡിജിറ്റലുമായാണ്. ഇത് മൊബൈലുമായി ലിങ്ക് ചെയ്യാനും ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നാവിഗേഷൻ ഉപയോഗിക്കാനും സാധ്യമാണ്.